സഹോദരീ സഹോദരന്മാരെ, രണ്ട് മഹത്തായ സന്ദർഭങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, എം ടിക്ക് 90 വയസ്സാകുന്ന സന്ദർഭം. രണ്ടാമത്തത്, തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ സാരഥ്യം ഏറ്റെടുത്തിട്ട് എം ഡി ഏറ്റെടുത്തിട്ട് 3 പതിറ്റാണ്ടാവുന്ന സന്ദർഭം. ഇത് രണ്ടും ലോകത്തെവിടെയുമുള്ള മലയാളിക്കും ആനന്ദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് തന്നെ സാദരം എം ടി ഉത്സവം എന്ന പേരിൽ ഈ വേള ആഘോഷിക്കാൻ എം ടിയുടെ സുഹൃത്തുക്കളും ശിഷ്യരും ആരാധകരും ചേർന്ന് നിശ്ചയിച്ചത് ഔചിത്യപൂർണമായ കാര്യമായി. ഏറ്റവും അർത്ഥപൂർണമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് എം ടി. ആ ജീവിതത്തിലെ ഓരോ നിമിഷവും ഭാഷയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനാകെ തന്നെയും പ്രയോജനപ്പെടുന്ന വിധത്തിലായി. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന സാഹിത്യം സ്വന്തം രചനകളിലൂടെ വായനാ സമൂഹത്തെ അനുഭവിക്കുന്ന തരത്തിലായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും. ആ ജീവിത പ്രക്രിയയുടെ ഒരു സവിശേഷ ഘട്ടത്തിലാണ് എം ടി തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നത്. ഭാഷാപിതാവിന് വേണ്ടി, ഭാഷയ്ക്ക് വേണ്ടി സമർപ്പിതമായ സേവനമായിരുന്നു ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ആത്മാർത്ഥമായും അദ്ദേഹം നടത്തിയത്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ഭാഗമായി കിട്ടിയ ആ വലിയ തുക അപ്പാടെ ഇവിടെ ഈ തുഞ്ചൻ പറമ്പിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. കിട്ടിയ നിരവധിയായ മറ്റ് പുരസ്കാരങ്ങളുടെ തുക ഇതിൻ്റെ വികസനത്തിനായി ഉപയോഗിച്ചതിനു പുറമെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിദേശത്തും പോകുമ്പോൾ തനിക്ക് പ്രതിഫലമൊന്നും വേണ്ട, തുഞ്ചന് എന്തെങ്കിലും ദക്ഷിണയായി ട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതിയെന്ന് പറയുന്ന സമീപനം കൈക്കൊണ്ടു. പരിചയത്തിൽ വന്ന മിക്കവാറും എല്ലാ പ്രമുഖരെ കൊണ്ടും ട്രസ്റ്റിന് സംഭാവന ചെയ്യിച്ചു. അതിനെല്ലാം അപ്പുറം സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ട് തുഞ്ചൻ പറമ്പിൻ്റെ വികസനത്തിനു വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ സമർപ്പിച്ചുകൊണ്ടേയിരുന്നു. കേരള സർക്കാരാകട്ടെ ഉദാരമായി അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. 1 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഒരു കാലത്ത് ഒരു മണ്ഡപവും ഒരു ചെറിയ ഓഡിറ്റോറിയവുമായി പരിമിതപ്പെട്ട് നിന്നിരുന്ന ഇവിടം ഇന്ന് കാണുന്ന തരത്തിൽ ഗവേഷണ കേന്ദ്രവും എഴുത്തോല ശേഖരവും ബാലസമാജവും ഫിലിം ക്ലബ്ബും ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു സാംസ്കാരിക സമുച്ചയമായി മാറിയത് എം ടിയുടെ നിരന്തരവും വിശ്രമരഹിതവുമായ പ്രവർത്തനങ്ങളുടെ ഫലമായാണ്. വലിയ ജനകീയ സ്വീകാര്യതയുള്ള സാംസ്കാരിക കേന്ദ്രമായി ഇവിടെ മാറി. 100 കണക്കിന് കുട്ടികൾ എഴുത്തിനിരിക്കാൻ വന്നിരുന്ന ഇവിടേക്ക് 1000കണക്കിന് കുട്ടികൾ എത്തുന്ന അവസ്ഥയായി. ദേശീയ സാഹിത്യോത്സവങ്ങളിലൂടെ തിരൂർ തുഞ്ചൻ പറമ്പ് ഇന്ത്യൻ സാഹിത്യ ഭൂപടത്തിലെ ശ്രദ്ധാകേന്ദ്രമാകുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു. നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭാശാലികളായ എഴുത്തുകാരും കലാകാരന്മാരും ഇവിടേക്ക് എത്തുന്ന സ്ഥിതി വന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള എഴുത്തുകാർക്ക് തറവാടാകും വിധം തുഞ്ചൻ പറമ്പിനെ എം ടി ഉയർത്തി. അതിലൂടെ ഉയർന്നത് കേരളത്തിൻ്റെ സാംസ്കാരികമായ
അന്തസ്സു കൂടിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാഹിത്യ സാംസ്കാരിക വിനിമയ കേന്ദ്രമായി നമ്മുടെ തുഞ്ചൻപറമ്പ് മാറി. ഒരു കാര്യം എടുത്തു പറയണം, അത് മതനിരപേക്ഷ സ്വഭാവം ശക്തിപ്പെടുത്തി നിലനിർത്തുന്ന ജനകീയ കേന്ദ്രമായാണ് MTയുടെ നേതൃത്വത്തിൽ തുഞ്ചൻപറമ്പ് മാറിയത് എന്നതാണ്. പല ചെറുത്തുനിൽപ്പുകളെയും നേരിട്ടുകൊണ്ടാണ് തുഞ്ചൻപറമ്പിൻ്റെ മതനിരപേക്ഷ സ്വഭാവം MT നിലനിർത്തിയത് എന്നുകൂടി പറയണം. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തനം എങ്ങനെയാവണം എന്നുള്ള ചോദ്യത്തിനുള്ള മാതൃകാപരമായ ഉത്തരമാണ് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ MT നൽകിയത്. മറ്റുള്ളവർക്ക് ഉതകുന്ന വിധത്തിലുള്ള ആ ധന്യമായ ജീവിതം ഈ ഘട്ടത്തിൽ നവതിയിലേക്ക് എത്തുകയാണ്. അത് മലയാളികളുടെ ആകെ സന്തോഷവേളയാണ്. തുഞ്ചൻപറമ്പിൻ്റെ വികസനത്തിന് കലവറയില്ലാതെ എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ സദാ ഒരുക്കമായിരിക്കും. അതുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനുവദിക്കുന്ന തുകയിൽ ഒരു നയാ പൈസ പോലും പാഴായിപ്പോവില്ല എന്നും സർക്കാരിൽ നിന്ന് കിട്ടുന്നതും മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ഉള്ളതും കൂടി ഉപയോഗിച്ച് MT ഒലിപ്പിക്കുകയുള്ളൂ എന്നും സർക്കാരിന് ഉറപ്പുണ്ട്. വർത്തമാനകാല ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും സമുന്നതമായ വ്യക്തിത്വങ്ങളുടെ നിരയിലാണ് MTയുടെ സ്ഥാനം. ലോക സാഹിത്യ മണ്ഡലത്തിന് ഇന്ത്യ നൽകിയ സംഭാവന. ഇങ്ങനെയുള്ള സർഗാത്മകമായ വ്യക്തിപ്രഭാവത്തിന് ഉടമയായ MT കേരളീയനാണ് എന്നത് മുഴുവൻ കേരളീയർക്കും അഭിമാനകരമായ കാര്യമാണ്. MTയുടെ സാഹിത്യ വ്യക്തിത്വത്തിൻ്റെ ബഹുമുഖങ്ങളായ തലങ്ങളെയാകെ സൂക്ഷ്മവും സമഗ്രവുമായി അടയാളപ്പെടുത്തുകയും ഭാവി തലമുറകൾക്ക് കൈമാറുകയും ചെയ്യുന്നു എന്നിടത്താണ് ഈ സമ്മേളനത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം. കേരളീയ ജീവിതത്തിൻ്റെ സൗന്ദര്യവും സങ്കീർണതയും തൻ്റെ എഴുത്തിൽ MT പകർന്നുവെച്ചു. വള്ളുവനാടൻ നാട്ടുജീവിത സംസ്കാരത്തിൽ വേരുറപ്പിച്ചു നിന്ന് ലോകത്തിൻ്റെ ചക്രവാളങ്ങളിലേക്ക് അദ്ദേഹം ഉയർന്നു. വ്യക്തി മനസ്സ് മുതൽ സമൂഹ മനസ്സ് വരെ എഴുത്തിലൂടെ അടയാളപ്പെടുത്തി. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപർ, സാംസ്കാരിക നായകൻ എന്നിങ്ങനെ എഴുത്തിൻ്റെയും കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന അക്ഷരമഹത്വമാണ് മലയാളിക്ക് MT വാസുദേവൻ നായർ. ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയടത്തി, അജ്ഞാതൻ്റെ ഉയരാത്ത സ്മാരകം, നിൻ്റെ ഓർമ്മയ്ക്ക്, ബന്ധനം, വാനപ്രസ്ഥം, ഷെർലക്ക് തുടങ്ങി 20ഓളം കഥാസമാഹാരങ്ങളിലൂടെ മലയാള ചെറുകഥയെ ഭാവുകത്വപരമായി ഉയർത്തിയെടുക്കുന്നതിൽ ഈ കഥാകാരൻ വഹിച്ച പങ്ക് മലയാള ചെറുകഥാ സാഹിത്യ ചരിത്രത്തിൽ നിത്യസ്മരണീയമാണ്. പാതിരാവും പകൽ വെളിച്ചവും, നാലുകെട്ട്, മഞ്ഞ്, കാലം, അസുരവിത്ത്, വിലാപയാത്ര, രണ്ടാമൂഴം, വാരാണസി എന്നീ നോവലുകൾ മലയാളത്തിൻ്റെ ക്ലാസിക് രചനകളാണ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുകയും പുരസ്കൃതമാവുകയും ചെയ്ത നിരവധി തിരക്കഥകളും ചലച്ചിത്രാവിഷ്കാരങ്ങളും MTയുടെ ബഹുമുഖ പ്രതിഭയ്ക്ക് ദൃഷ്ടാന്തമാണ്. മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗം തുടങ്ങിയ നിലകളിൽ ഭാഷയ്ക്കും സാഹിത്യത്തിനും MT നൽകിയ സേവനം എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്നതാണ്. സർഗാന്വേഷണത്തിൻ്റെ
എല്ലാ മേഖലകളിലും നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഈ എഴുത്തുകാരനെ തേടിയെത്തി. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം മുതൽ രാഷ്ട്രത്തിൻ്റെ ആദരവായ പത്മഭൂഷൺ വരെ എം ടിയെ തേടിയെത്തി. സാധാരണക്കാർക്കും ബുദ്ധിജീവികൾക്കും ഒരുപോലെ കടന്നു ചെല്ലാൻ പാകത്തിലുള്ള സാഹിത്യലോകമാണ് എം ടിയുടേത്.